ഇഫ്താറിന് കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഷേക്കിൻ്റെ റെസിപ്പി കാണിച്ചു തരാം. ഇതങ്ങോട്ട് കഴിച്ച് കഴിയുമ്പോഴേക്കും ഉണ്ടല്ലോ നമ്മുടെ ആ ഒരു ക്ഷീണവും ഒക്കെ അങ്ങോട്ട് മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ക്യാരറ്റ് ഞാനൊന്ന് എടുത്തിട്ടുണ്ട്. അത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ നരിഞ്ഞ് കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കാം. കൂടെ കുറച്ച് കാഷ്നട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബദാം ഒക്കെ ചേർക്കാം കേട്ടോ. കുക്കർ ഒന്ന് മൂടി വെച്ച് 2 വിസിൽ കേൾക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. ആ ഒരു സമയം കൊണ്ട് ഒരു ബൗളിലോട്ട് 1 ടേബിൾ സ്പൂണോളം കസ്റ്റാർഡ് പൗഡർ ചേർത്ത് ഒരു 1/4 കപ്പോളം പാലും ചേർത്ത് ഇതുപോലെ മിക്സാക്കി മാറ്റി വെച്ചിട്ടേ ഇനി ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് 1/2 ലിറ്ററോളം പാല് ചേർത്ത് ഇതുപോലെ തിളച്ച് പൊന്തി വരുന്ന സമയത്ത് ഫ്ലെയിം അങ്ങ് കുറച്ച് വെച്ചിട്ട് നമ്മുടെ കസ്റ്റാർഡ് മിക്സും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണേ. ഒരുപാട് നേരമായിട്ട് കുറുക്കി എടുക്കണ്ട, നമുക്കിതുപോലെ ലൂസായിട്ട് കിട്ടണം. എന്നിട്ട് അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി ഒന്ന് തണുക്കാൻ വെക്കുമ്പോഴേക്കും നമ്മുടെ ക്യാരറ്റും കാഷ്നട്ടും ഒക്കെ വെന്തിട്ടുണ്ടാവും. അത് ആ വെള്ളത്തോടു കൂടി തന്നെ നമ്മളൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. കൂടെ 2 പഴവും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഴത്തിന് പകരം നിങ്ങൾക്ക് ആപ്പിളോ എന്ത് വേണമെങ്കിലും എടുക്കാം, ഫ്രൂട്ട്സ് കേട്ടോ. ഇനി അത് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തതിന് ശേഷം നമ്മളിവിടെ റെഡിയാക്കി വെച്ചേക്കുന്ന പാല് അത് ചേർത്ത് കൊടുക്കാം. കൂടെ മധുരത്തിന് കുറച്ച് ഹണി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് ഇനി അതിലേക്ക് ഞാൻ കുതിർത്ത് വെച്ചിരിക്കുന്ന കസ്കസാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്കിത് തണുപ്പിച്ചോ തണുപ്പിക്കാതെ ഒക്കെ കുടിക്കാം. നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയാണ്. നോമ്പ് തുറക്കുമ്പോൾ അതങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്ഷീണമൊക്കെ പമ്പ കിടക്കും കേട്ടോ. അപ്പോൾ എങ്ങനെ ട്രൈ ആക്കല്ലേ?